മലയാള സിനിമാ ലോകത്തെ പിടിച്ചു കുലുക്കിയ നടി ആക്രമണ കേസിന്റെ വിധിന്യായത്തിൽ ഏറ്റവും നിർണായകമായത് ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവൻ നൽകിയ മൊഴിയായിരുന്നു. 1790 പേജുകളുള്ള വിധിന്യായത്തിൽ ഏതാണ്ട് 280 പേജുകളിലാണ് കാവ്യയുടെ മൊഴിയും അതിനോടുള്ള കോടതിയുടെ നിലപാടും പരാമർശിക്കപ്പെടുന്നത്. ഗൂഢാലോചനാവാദത്തെ പ്രതിരോധിക്കുന്നതിൽ ഈ സാക്ഷിമൊഴിക്ക് എത്രത്തോളം സ്വാധീനമുണ്ടായി നമുക്ക് പരിശോധിക്കാം. അന്വേഷണ സംഘത്തിന് മുന്നിൽ കാവ്യമാധവൻ മൊഴി നൽകിയത് ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ ചില തുറന്നു പറച്ചിലുകൾ ഏറെ ശ്രദ്ധേയമായി. സുഹൃത്ത് എന്നതിനേക്കാൾ ഉപരിയായി ദിലീപുമായി തനിക്ക് കൂടുതൽ ബന്ധമുണ്ടായിരുന്നു എന്ന മൊഴി കാവ്യ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും വിവാഹബന്ധം തകരാൻ കാരണം താനല്ല എന്ന വാദം കാവ്യ തള്ളിപ്പറഞ്ഞു. കേസിൻ്റെ തുടക്കത്തിൽ വിവാദമായ വിദേശ ഷോകളിലെ അടുത്ത ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണവും കാവ്യ നിഷേധിച്ചു. പ്രധാനമായും 4 നിർണായക വാദങ്ങളെയാണ് കാവ്യ തള്ളിക്കളഞ്ഞത്. ആക്രമണത്തിന് ഇരയായ നടിയും മഞ്ജു വാര്യരും തന്നെ കാണാൻ വന്നു എന്ന മൊഴി നിഷേധിച്ചു. ദിലീപും അതിജീവിതയും തമ്മിൽ ശത്രുതയുണ്ടായിരുന്നില്ല എന്നും കാവ്യ കോടതിയിൽ പറഞ്ഞു. ദിലീപുമായി ബന്ധപ്പെട്ട മെസ്സേജുകളോ ഫോൺ കോൺടാക്റ്റുകളോ ഓർമ്മയില്ല എന്ന മറുപടിയാണ് നൽകിയത്. വിദേശ ടൂറിനിടെ മനഃപൂർവ്വം ഫോൺ നമ്പർ മാറ്റി എന്ന പ്രോസിക്യൂഷന്റെ വാദം തെറ്റാണെന്നും കാവ്യ വാദിച്ചു. കേസിൽ മാഡം എന്നൊരു വ്യക്തിയുടെ പങ്ക് പ്രഥമ പ്രതിയായ പൾസർ സുനി പലവട്ടം വെളിപ്പെടുത്തിയിരുന്നു. ഈ മാഡം കാവ്യമാധവനാണെന്ന് സുനി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തട്ടിയെടുത്ത ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് കാവ്യയുടെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ ഏൽപ്പിച്ചതായും സുനി മൊഴി നൽകി. ഇതേ തുടർന്ന് ലക്ഷ്യയിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നെങ്കിലും മെമ്മറി കാർഡ് കണ്ടെത്താനായില്ല. കാവ്യയെ ചോദ്യം ചെയ്തതും നാടകീയമായ രീതിയിലായിരുന്നു. അവർ പോലീസ് ക്ലബിൽ വരാൻ വിസമ്മതിക്കുകയും പകരം ആലുവയിലെ വീട്ടിൽ വെച്ച് മൊഴിയെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 4 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിൽ മൊബൈൽ ഫോൺ സംബന്ധിച്ച തർക്കവും വിദേശയാത്രയിലെ കാര്യങ്ങളുമായിരുന്നു പ്രധാനമായും ചർച്ചയായത്. കാവ്യയുടെ